നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ പ്രതിഷേധം. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KSRTC ജീവനക്കാർ കാസർഗോഡ് ഡിപ്പോയ്ക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. ധർണ നടത്തിയത് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 3 നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന ബാലകൗമാരങ്ങളെ രക്ഷിക്കാൻ മാണിക്കോത്ത് ആക്ഷൻ കമ്മിറ്റി. ഫെബ്രുവരി 2 ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. ഗൃഹനാഥയെ സംശയാസ്പദമായി മരിച്ച നിലയിൽ കണ്ടെത്തി. കുമ്പള നായിക്കാപ്പ് ദർബാർക്കട്ട സ്വദേശിനി സുശീലയെയാണ് വീട്ടുപറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബായാർ ജാരം മഖ ഉറൂസിന് ഫെബ്രുവരി 3 തുടക്കമാകും. സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ മഹിളാ സംഘടന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇടതുപക്ഷ മഹിളാ സംഘടന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ഈ കറൻസി റദ്ദാക്കലിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ ATM കൗണ്ടറുകൾക്ക് മുമ്പിൽ ക്യൂ നിന്ന് കുഴഞ്ഞു വീണ് മരിച്ചവരുണ്ട്. പിന്നീട് നമുക്കറിയാം, ഫീസ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. കൃഷിക്കാർ ആത്മഹത്യ ചെയ്തതിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തവരുണ്ട്. കച്ചവടക്കാർ ആത്മഹത്യ ചെയ്തവരുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള 10-100-ലേറെ വരുന്ന മനുഷ്യരുടെ ജീവൻ, ആ മനുഷ്യരുടെ ജീവന് ഒരു വില പോലും കൽപ്പിക്കാൻ അവരനുഭവിച്ച പ്രയാസങ്ങൾ, അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളെ സംബന്ധിച്ച് ഒരു സൂചന പോലും ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടിനകത്ത് നൽകുന്നതിനുള്ള സാമാന്യമായിട്ടുള്ള മര്യാദ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. തുടർന്ന് പുതിയകോട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം M. സുകന്യ ഉദ്ഘാടനം ചെയ്തു. KSRTCയിൽ ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 3 നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായി ജീവനക്കാർ കാസർഗോഡ് KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ ധർണ നടത്തി. INTUCയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ നടത്തിയത്. KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിൽ ഫെബ്രുവരി 3 നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് ജീവനക്കാർ ഡിപ്പോയ്ക്ക് മുന്നിൽ ധർണ നടത്തിയത്. INTUCയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ NGO അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ P. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കേവലം 8 മാസങ്ങൾ കൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയും സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ആത്മവീര്യത്തെയും എങ്ങനെ തകർക്കാമെന്ന് കാണിച്ചു തന്ന ഒരു ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പല ഡിപ്പോകളിലെയും ജീവനക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശമ്പളം കിട്ടാതെ ജീവനക്കാർ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം. അത് കണ്ടിട്ട് പോലും ഒരു ജീവനക്കാരനും അവരുടെ കുടുംബവും അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഒരു പ്രതിവിധി കണ്ടെത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ എത്രമാത്രം കേരളത്തിലെ KSRTCയിലെ ജീവനക്കാർ ദുരിതം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞറിയിക്കേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. V. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ PV ഉഭയകുമാർ, വേണുഗോപാലൻ, MA വിജയൻ, PK ശംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. മദ്യത്തിനും മയക്കുമരുന്നിനും ബാലകൗമാരങ്ങൾ അടിമകളാകുന്ന പ്രവണതയ്ക്കെതിരെ ബോധവൽക്കരണവുമായി മാണിക്കോത്ത് ആക്ഷൻ കമ്മിറ്റി. ഫെബ്രുവരി 2 മാണിക്കോത്ത് ഏകദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും.
വർത്തമാനകാല സാഹചര്യത്തിൽ ബാലകൗമാരങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ആശാസ്യകരമല്ലാത്ത രീതിയിലേക്ക് മാറുന്നതിൽ ബോധവൽക്കരണം നടത്തുന്നതിനാണ് മാണിക്കോത്ത് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 2 വൈകിട്ട് 4 ബോധവൽക്കരണ ക്ലാസ് നടത്തും. രാവിലെ 9 രജിസ്ട്രേഷൻ നടക്കും. ഡിവൈഎസ്പി കെ ദാമോദരൻ ഏകദിന ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പോസ്റ്റർ സിഐ CK സുനിൽകുമാർ, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി എന്നിവർ മുഖ്യാതിഥികളാവും. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ മുല്ലക്കോയ തങ്ങൾ, ചെയർമാൻ MM നാസർ, ട്രഷറർ PK അസീസ്, NP അബൂബക്കർ, റഷീദ് മാണിക്കോത്ത്, കരീം മൈത്രി, ബാസിത് പാലക്കി തുടങ്ങിയവർ പങ്കെടുത്തു. ഗൃഹനാഥയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുമ്പള നായിക്കാപ്പ് ദർബാർക്കട്ട നിവാസി സുശീലയെയാണ് സംശയാസ്പദമായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വീട്ടുമുറ്റത്തെ മരത്തിന് കീഴെയാണ് ഗൃഹനാഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുമ്പള നായിക്കാപ്പ് ദർബളക്കട്ടയിലെ നാരായണനാണ് ഭർത്താവ്. സുശീലയെ സംശയാസ്പദമായി മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ കുമ്പള പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് നാരായണനെയും മകൻ ഉദയനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബായാർ ജാരം മഖ ഉറൂസിന് ഫെബ്രുവരി 3 തുടക്കമാകും. 3 നടക്കുന്ന ചടങ്ങ് ബായാർ സയ്യിദ് അബ്ദുറഹ്മാൻ എംപിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 12 മഖാം ഉറൂസ് സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 3 മുതൽ 12 വരെയാണ് ബായാർ ജാരം മഖാം ഉറൂസ് ആരംഭിക്കുന്നത്. 3 സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന ചടങ്ങ് ബായാർ സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഇമ്പിച്ചിക്കോയ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 ഫെബ്രുവരി 2017 മുതൽ 2 ഫെബ്രുവരി 2017 വരെ നടക്കാൻ വേണ്ടി ബായാർ ജമാഅത്ത് തീരുമാനിച്ചിരിക്കുന്നു. അതിലേക്ക് മതം പണ്ഡിതന്മാരും ഔലിയാക്കന്മാരും സയ്യിദന്മാരും സദാത്യങ്ങളെല്ലാം പങ്കെടുക്കുന്നതാണ്. 12 സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഉറൂസിന്റെ പ്രചരണാർത്ഥം 2 ബായാർ ബദ്രിയ ജുമാ മസ്ജിദിൽ നിന്നും പ്രചരണ ജാഥ സംഘടിപ്പിക്കും. മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബാപ്പു കുഞ്ഞി ഹാജി, ഹസനബ ഹാജി, അബൂബക്കർ പെറുവോടി, ആദം ദാരിമി, അബ്ദുൾ റഹ്മാൻ ഹാജി, അനീഫ ബായാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പുത്തൂർ ഈശ്വരമംഗലത്തെ പഞ്ചമുഖി ആഞ്ജനേയ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവം ഫെബ്രുവരി 11 മുതൽ 13 വരെ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഫെബ്രുവരി 11 മുതൽ പ്രതിഷ്ഠാ കലശോത്സവത്തിന് തുടക്കമാകും. രവീശ തന്ത്രി കുണ്ടാറിന്റെയും പള്ളത്തടുക്ക പരമേശ്വര ഭട്ടിന്റെയും കാർമ്മികത്വത്തിലാണ് പൂജാ ചടങ്ങുകൾ നടക്കുന്നത്. കലശോത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി പ്രഭാഷണവും കലാപരിപാടികളും നടക്കും. കലശോത്സവത്തിൽ വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി മാസം 11, 12, 13 എന്നീ തീയതികളിൽ ഈശ്വരമംഗലത്തുള്ള ശ്രീ പഞ്ചമുഖി ആഞ്ജനേയ ക്ഷേത്രം ഹനുമഗിരി ഇപ്പോൾ പുതുതായിട്ടുള്ള ഒരു കോദണ്ഡരാമൻ്റെ വിഗ്രഹം 26 അടി ഉയരമുള്ള വിഗ്രഹ പ്രതിഷ്ഠാപന കർമ്മത്തോടുകൂടി ധർമ്മശ്രീ പ്രതിഷ്ഠാന എന്നുള്ള ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ ഇതുവരേക്ക് പല മഹാൻ വ്യക്തികൾക്ക് കൂടി പ്രശസ്തി നൽകിയതുപോലെ 2016 ധർമ്മശ്രീ പ്രശസ്തി ഫിലിം ആക്ടറും പൊതുപ്രവർത്തകനുമായ ശ്രീ നാനാ പാട്ടേക്കറിനും 2017 ധർമ്മശ്രീ പ്രശസ്തി ഞങ്ങളെ കേരളത്തിൻ്റെ റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ KT ശങ്കരൻ അവർക്ക് കൂടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യസഭാ MP സുരേഷ് ഗോപി, കർണാടകയിലെ ഗവർണർ വജുഭായ് വാല, ഇങ്ങനെ പല മഹാൻ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഈ പ്രശസ്തി പ്രദാനവും 13-ാം തീയതി ആ കോദണ്ഡരാമ വിഗ്രഹ ആചാരവിധിക്ക് അനുസൃതമായിട്ടുള്ള പ്രതിഷ്ഠാ കർമ്മത്തോടു കൂടി ലോകാർപ്പണം നടത്താൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ രവീശ തന്ത്രി കുണ്ടാർ, അച്യുത മൂടിത്തായ, രംഗനാഥ ഷേണായി, നാരായണ റായി, ശിവരാമ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാന്റേത് ധിക്കാരപരമായ സമീപനമെന്ന ആരോപണം. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാന്റെ സമീപനം ധിക്കാരപരം എന്നാരോപിച്ചായിരുന്നു സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണാ സമരം അഡ്വക്കേറ്റ് MC ജോസ് ഉദ്ഘാടനം ചെയ്തു.
ന്യൂനപക്ഷ ആഭിമുഖ്യത്തിൽ ഈ ധർണ ഇവിടെ നടത്തുന്നത് എന്നുള്ളത്. അനുമതിയോടൊപ്പം സ്വജനപക്ഷപാതം അത് പരസ്യമായി തങ്ങളുടെ കൗൺസിലർമാരുടെ വാർഡുകളിൽ മാത്രം വികസനങ്ങളുടെ നിലവിൽ ഇവിടെ നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇതിന് മുൻപ് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ മുനിസിപ്പൽ ഓഫീസുകൾക്ക് നടത്തിയ മാർച്ചൊക്കെ നമ്മൾ ഓർക്കുന്നു. നമ്മളിപ്പോൾ കേന്ദ്രീകരിക്കുന്ന മോദിക്കെതിരെ അഡ്വക്കേറ്റ് എൻ.എ. ഖാലിദ് അധ്യക്ഷനായി. സി മുഹമ്മദ് കുഞ്ഞി, എം.പി. ജാഫർ, പി.വി. കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് ബാബു, ബഷീർ വെള്ളിക്കോത്ത്, എൻ.കെ. രത്നാകരൻ, കുഞ്ഞാമത് പുഞ്ചാവി, കെ. മുഹമ്മദ് കുഞ്ഞി, എം. ഇബ്രാഹിം, കരീം കുശാൽ നഗർ, എം.എം. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി IMA. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പിരിച്ചുവിടുന്ന നടപടി ജനാധിപത്യ വിരുദ്ധമെന്നും IMA. അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥി സമരത്തെ IMA പിന്തുണക്കുമെന്ന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ പി കൃഷ്ണൻ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പിരിച്ചുവിട്ട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്ന ദീർഘവീക്ഷണമില്ലാത്ത നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് IMA ഭാരവാഹികൾ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇങ്ങനെ ഡോക്ടറായിട്ട് മാറുന്ന കുട്ടികൾ ഗവൺമെന്റിന്റെ പുതിയ നിയമപ്രകാരം, പുതിയ ഇതിനിടെ സൂചിപ്പിച്ച നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്നുള്ള ആ ബില്ല് പാസ്സായി നിയമത്തിൽ വരികയാണെങ്കിൽ ഇവർക്ക് ഒരു നെക്സ്റ്റ് എക്സാം, ഇവർ ഒരു നെക്സ്റ്റ് എക്സാം, ഒരു ലൈസൻസ് എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമേ അവർ ഡോക്ടറായിട്ട് അംഗീകരിക്കുകയോ അവർക്ക് ഡോക്ടറായിട്ട് രജിസ്റ്റർ ചെയ്യാനോ അവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനോ പറ്റുകയുള്ളൂ. ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ ഒരു നിയമം വരാൻ പോവുകയാണ്. ഈ നിയമം ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ പാസ്സാകുന്ന ബിരുദധാരികൾക്ക് മാത്രമാണ്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പിരിച്ചുവിട്ട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിക്കുന്നതിനെതിരെയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ സമരരംഗത്തിറങ്ങിയത്. MBBS പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾ നാഷണൽ ലെവലിൽ നടത്തുന്ന നെക്സ്റ്റ് പരീക്ഷ പാസ്സാകണമെന്ന തീരുമാനത്തിനെതിരെയും വിദ്യാർത്ഥികൾ സമരരംഗത്താണ്. വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് IMA പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഭാരവാഹികൾ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ IMA ഭാരവാഹികൾ ബുധനാഴ്ച പരിയാരം മെഡിക്കൽ കോളേജിലെത്തി സമരക്കാർക്ക് പിന്തുണ നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ IMA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാരി, DTF ചെയർമാൻ ഡോക്ടർ ബൽറാം നമ്പ്യാർ, ഡോക്ടർ സൂരജ് എന്നിവർ പങ്കെടുത്തു. ചിത്രകലയിലൂടെ നീലേശ്വരത്തിന്റെ യശസ്സുയർത്തിയ AD മാസ്റ്റർ എന്ന A. ദാമോദരന് നീലേശ്വരത്ത് സ്മരണാഞ്ജലി. ഇന്ത്യൻ നാഷണൽ ആർട്ടിസ്റ്റ് യൂണിയൻ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. പ്രശസ്ത ചിത്രകാരനും അധ്യാപകനും ഗുരുപൂജ അവാർഡ് ജേതാവുമായിരുന്ന AD മാസ്റ്ററുടെ 5ാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ നാഷണൽ ആർട്ടിസ്റ്റ് യൂണിയൻ കോൺഗ്രസ് നീലേശ്വരം JCS ഓഡിറ്റോറിയത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. P. മണികണ്ഠൻ നായർ അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമിയിലെ ആർട്ടിസ്റ്റ് മദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നീലേശ്വരം NKBM AUP സ്കൂൾ, പടന്നക്കാട് ശ്രീനാരായണ AUP സ്കൂൾ എന്നിവിടങ്ങളിൽ ചിത്രകലാധ്യാപകനായിരുന്ന നാടകരംഗത്തെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു AD മാസ്റ്റർ. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ 500-ലധികം അമേച്വർ നാടകങ്ങൾക്ക് രംഗസജ്ജീകരണം ഒരുക്കിയ ആ കലാകാരൻ NN പിള്ളയുടെ വിശ്വകേരള കലാസമിതിയുടെ നാടകങ്ങളായ കാബാലിക, ആദ്യരാത്രി എന്നീ നാടകങ്ങൾക്കും രംഗസജ്ജീകരണമൊരുക്കി ശ്രദ്ധേയനായി. 2005-ൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡും നേടിയിരുന്നു. M. രാധാകൃഷ്ണൻ നായർ, P. രാമചന്ദ്രൻ, എറുവാട്ട് മോഹനൻ, EVC നീലേശ്വരം, M. ഭാസ്കരൻ മാസ്റ്റർ, സേതു ബംഗളം, പത്മജ ബാബു എന്നിവർ സംസാരിച്ചു. പ്രമുഖ മോണോ ആക്ട് കലാകാരൻ ശശി നീലേശ്വരം, ഫോട്ടോഗ്രാഫറും ജൈവ കർഷകനുമായ AR ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ആർട്ടിസ്റ്റ് മദനൻ പൊന്നാടയണിയിച്ചു. മോഹൻ പ്രകാശ് സ്വാഗതവും യമുന K. നായർ നന്ദിയും പറഞ്ഞു. നീലേശ്വരം നഗരസഭയുടെ ചിറപ്പുറത്തെ ബഡ് സ്കൂളിൽ 18 വയസ്സിനു മുകളിലുള്ള കുട്ടികൾക്ക് പ്രവൃത്തി പരിശീലനം നൽകുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങി. മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ 6 വർഷമായി ചിറപ്പുറം ആലങ്കീഴിൽ പ്രവർത്തിക്കുന്ന
പ്രത്യാശ ബഡ് സ്കൂളിന്റെ വളർച്ചയുടെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പ്രവൃത്തി പരിശീലനം നൽകുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർവഹിച്ചു. സെന്ററിലെ അധ്യാപകരുടെ സേവനം പൂർണ്ണമായി അംഗീകരിക്കണമെന്നും അവരുടെ സേവനം പൂർണ്ണമായും കുട്ടികൾക്ക് ലഭിക്കത്തക്ക വിധം സംവിധാനം ഉണ്ടാക്കണമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇവിടെ നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് കാണരുത്. ഇവിടെ പരിചരിക്കുന്ന ടീച്ചർ അല്ലെങ്കിൽ ആയമാർ അവർ ഈ സേവനം നടത്തുന്നതിനെ എല്ലാവരും അംഗീകരിക്കുകയും അവരുടെ സേവനം പൂർണ്ണമായും ഈ കുട്ടികൾക്ക് ലഭിക്കത്തക്ക നിലയിൽ സംവിധാനം ഉണ്ടാക്കണം. അവർക്ക് ന്യായമായ വരുമാനം ഈ സേവനം നടത്തുന്നതിന് നിശ്ചയിച്ച് നൽകണം. ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള 2 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളൊക്കെ വളരെ അപര്യാപ്തമാണ്. അതിലെല്ലാം മാറ്റം വരുത്തണം. എല്ലാം നഗരസഭയെ മാത്രം ആശ്രയിച്ച് കഴിയണം. ഇതുപോലുള്ള ആവശ്യങ്ങൾ ഗവൺമെന്റിനെ മാത്രം ആശ്രയിച്ച് നിൽക്കണം. ആ മനോഭാവത്തിൽ നിന്നാണ് നമ്മൾ മാറേണ്ടത്. ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖല വലിയ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന്, ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. എം രാജഗോപാലൻ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം കമ്മിറ്റി അധ്യക്ഷ P രാധ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി ഗൗരി, സ്ഥിരം കമ്മിറ്റി അധ്യക്ഷന്മാരായ AK കുഞ്ഞികൃഷ്ണൻ, തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ, PM സിന്ധു, PP മുഹമ്മദ് റാഫി, കൌൺസിലർമാരായ എറവാട്ട് മോഹനൻ, P ഭാർഗവി, M സജിത, AV സുരേന്ദ്രൻ, KV ശശികുമാർ, CPM ഏരിയ സെക്രട്ടറി TK രവി, C രാഘവൻ, വെങ്ങാട്ട് കുഞ്ഞിരാമൻ, CKK മാണിയൂർ, ജോൺ ഐമൺ, CDS ചെയർപേഴ്സൺ TV രേണുക, ബഡ് സ്കൂൾ അധ്യാപിക KV ജലജ, PTA പ്രസിഡന്റ് E രാജൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി A സന്തോഷ് കുമാർ നന്ദി പറഞ്ഞു. സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ നാട്ടിലെ മനുഷ്യജീവനുകളുടെ തുടിപ്പുകളാണെന്ന് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച ജനപക്ഷ സദസ്സിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ നാട്ടിലെ മനുഷ്യജീവനുകളുടെ തുടിപ്പുകളാണെന്ന് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു. പണമുള്ളവന് നീതി ലഭിക്കുകയും പണമില്ലാത്തവന് മറ്റൊരു നീതിയും എന്നത് ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കും. ഈ ദുഷ്പ്രവണതയ്ക്കെതിരെ ജോയിന്റ് കൌൺസിൽ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അഴിമതിരഹിതവും ജനോപകാരപ്രദവുമായ സിവിൽ സർവീസ് സാധ്യമാണ് എന്ന വിഷയത്തിൽ നടന്ന ജനപക്ഷ സദസ്സിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. A ദാമോദരൻ, K രവീന്ദ്രൻ, R മനോജ് കുമാർ, K കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. മതാന്ധതയ്ക്കെതിരെയുള്ള പ്രതിരോധവുമായി കാഞ്ഞങ്ങാട്ട് സ്മൃതി സംഗമം നടന്നു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്മൃതി സംഗമം നടന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷ്ണമായ ഓർമ്മകൾ ജ്വലിക്കുന്ന കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ മതാന്ധതയ്ക്കെതിരെ പോരാടാനുള്ള സമരമുഖം തീർത്തത്. രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിജിയുടെ ഓർമ്മകളുണർന്ന ഗാന്ധി സ്മൃതി സംഗമത്തിൽ ജാതിയുടെയും മതത്തിന്റെയും മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്ക് നാടിനെ എത്തിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. DCCയുടെ നേതൃത്വത്തിലാണ് സ്മൃതി സംഗമം ഒരുക്കിയത്. മാധ്യമപ്രവർത്തകൻ M അബ്ദുൾ റഹ്മാൻ ഗാന്ധി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മനസ്സിൽ ഗാന്ധിജിക്ക് ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യമായി അതിന്റെ ഉത്തരവാദിത്വം ഗാന്ധിജി തന്റെ ആത്മാവിൽ കൊണ്ടു നടന്ന, അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ അംശമായി കരുതിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായിരിക്കുന്ന അപജയമാണ് അതിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുകയാണ്. ഗാന്ധിജിയുടെ ആത്മത്യാഗം അതൊക്കെ നാം മറന്നു കഴിഞ്ഞു. ഗാന്ധിജിയെ പോലും മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഗാന്ധിജി ആരാണ് കൊന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല. നാഥുറാം വിനായക ഗോഡ്സെ എന്ന് പറയുന്ന ഹിന്ദു തീവ്രവാദിയാണ് ഗാന്ധിജിയെ വധിച്ചത് എന്നതിന് യാതൊരു സംശയവുമില്ല. ഗാന്ധിജിയെ വധിച്ച സമയത്ത് കൊലപാതകം നടന്നിടത്ത് വെച്ച് തന്നെ കൊല നടത്തിയ ആയുധവുമായി DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, KPCC നിർവാഹക സമിതി അംഗങ്ങളായ P ഗംഗാധരൻ നായർ, MC ജോസ്, DCC ജനറൽ സെക്രട്ടറിമാരായ KK രാജേന്ദ്രൻ, M അസൈനാർ, P സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പൊള്ളപ്പോയിൽ ബാല കൈരളി ഗ്രന്ഥാലയത്തിൽ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ ലൈബ്രറി അനുവദിച്ചു. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി കാസർഗോഡിനെ അറിയുക എന്ന വിഷയത്തിൽ സെമിനാറും നടത്തി. ഡോക്ടർ C ബാലൻ വിഷയം അവതരിപ്പിച്ചു.
പൊള്ളപ്പൊയിൽ ബാലകൈരളി ഗ്രന്ഥാലയം വജ്രജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ്. വജ്രജൂബിലി സംഘാടക സമിതി ചെയർമാൻ പി സുകുമാരന്റെ അധ്യക്ഷതയിലാണ് ഗ്രന്ഥാലയം അങ്കണത്തിൽ ഈ ലൈബ്രറി ഉദ്ഘാടനം, സെമിനാർ, ആദരിക്കൽ എന്നിവ നടന്നത്. എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. വർത്തമാനകാലത്ത് നമ്മുടെ ജനങ്ങളുടെ വായനാശീലം കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വായനാശീലം വീണ്ടെടുക്കാനും പ്രത്യേകിച്ച് പുതുതലമുറയെ വായനയോട് അടുപ്പിക്കാനും കഴിയുന്ന വൈവിധ്യപൂർണമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിലൊന്ന്. തീർച്ചയായും ഇത്രയും പുസ്തകങ്ങൾ നന്നായി പഠിക്കുന്ന അക്കാദമിക് രംഗത്ത് മികവ് പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗവേഷണം നടത്താൻ സഹായകമായിട്ടുള്ള റഫറൻസ് ഗ്രന്ഥങ്ങളും ചരിത്രവും സാഹിത്യവും സംസ്കാരവും എല്ലാം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നതിന് അവരുടെ പൊതുവിജ്ഞാന വർധനവിന് ഉതകുന്ന രീതിയിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള പുസ്തക ശേഖരമാണ് ഇവിടെയുള്ളത്. വികസന രംഗത്ത് വേറിട്ട ശൈലിയിലൂടെ നിരവധി മാതൃകകൾ കാട്ടിയ വ്യക്തിയും പിലിക്കോട് പഞ്ചായത്തിന്റെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മുൻ പ്രസിഡന്റ് കൂടിയുമായ TV ഗോവിന്ദനെ ആദരിക്കുന്ന ചടങ്ങും തുടർന്ന് നടന്നു. ഉദ്ഘാടകനായിരുന്ന MLA എം രാജഗോപാലൻ പൊന്നാടയണിയിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ 2016-17 വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള സെമിനാറും പരിപാടികളുടെ ഭാഗമായി നടന്നു. കാസർഗോഡിനെ അറിയുക എന്ന വിഷയം പ്രമുഖ ചരിത്ര പണ്ഡിതനായ ഡോക്ടർ C ബാലൻ അവതരിപ്പിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് K കുഞ്ഞിരാമൻ, ലൈബ്രറി നേതൃസമിതി പഞ്ചായത്ത് കൺവീനർ K പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി P രാമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് T അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ പ്രതിഷേധം. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KSRTC ജീവനക്കാർ കാസർഗോഡ് ഡിപ്പോയ്ക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. ധർണ നടത്തിയത് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 3 നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന ബാലകൗമാരങ്ങളെ രക്ഷിക്കാൻ മാണിക്കോത്ത് ആക്ഷൻ കമ്മിറ്റി. ഫെബ്രുവരി 2 ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. ഗൃഹനാഥയെ സംശയാസ്പദമായി മരിച്ച നിലയിൽ കണ്ടെത്തി. കുമ്പള നായിക്കാപ്പ് ദർബാർക്കട്ട സ്വദേശിനി സുശീലയെയാണ് വീട്ടുപറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബായാർ ജാരം മഖ ഉറൂസിന് ഫെബ്രുവരി 3 തുടക്കമാകും. സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.